നമ്മുടെ ഷെഫീനയുടെ സർജിക്കൽ സ്ട്രൈക്ക് തുടരുകയാണ്. വിടാതുള്ള ആക്രമണമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണമാണ്, പോരാട്ടത്തിൻ്റെ ഭൂമികയിലാണ്. പലപ്പോഴും ഈ മതത്തിൻ്റെ ചരിത്രത്തിലും വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലും പല പ്രത്യയശാസ്ത്രങ്ങളുടെയും ചരിത്രത്തിൽ ഇങ്ങനെയാണ്. നശിപ്പിക്കാനിറങ്ങിയവർ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരുന്നവർ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ച് പ്രതിരോധിക്കുന്നവരാവും. ചിലപ്പോൾ മറ്റാരെക്കാളും കഠിനമായി കർക്കശമായി അവർ പ്രതിരോധിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള സംഘീ നാസ്തികരോട് പലർക്കും ഏറ്റുമുട്ടാൻ താല്പര്യമില്ലായ്മയുണ്ടായിരുന്നു. താല്പര്യമില്ലായ്മ വേറൊന്നും കൊണ്ടല്ല. നമ്മൾ സാധാരണ ആരോഗ്യമുള്ളവനോട് ഇടിക്കുന്ന ഗുസ്തിക്കാരൻ പോലും ദേഹം മുഴുവൻ വിസർജ്യം പുരട്ടിക്കൊണ്ടുവരുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യൻ്റെ അടുത്തേക്ക് അടുക്കില്ല. അവൻ ഓടി വരുമ്പോൾ ഓടി മാറാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ യവൻ്റെ വാദങ്ങളോട് സാധാരണ വാദപ്രതിവാദം നടക്കുമ്പോൾ വാദങ്ങൾ ഉന്നയിക്കുന്നവരോടാണ് മറുവാദങ്ങൾ ഉന്നയിക്കേണ്ടത്. ഇത് പെയ്ഡ് അപവാദങ്ങളുടെ ഒരു സോഴ്സായി മാറുമ്പോൾ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമില്ലായിരുന്നു. എന്നാൽ അത് ഒരു കൃത്യസമയത്ത് ടേക്ക് ഓവർ ചെയ്തു ഷെഫീന ടേക്ക് ഓവർ ചെയ്ത ശേഷം പിന്നെ തുടരെ ആക്രമണങ്ങളായിരുന്നു. അതിൻ്റെ ശൈലിയും രീതിയുമൊക്കെ ഷെഫീനയ്ക്ക് സ്വന്തമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ കമൻ്റൊന്നും പറയേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാത്തിലും സ്വാതന്ത്ര്യം പറയുന്നത് പോലെ അവരവരുടെ സ്വാതന്ത്ര്യം വെച്ച് അതിനനുസരിച്ച് പറയുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയിൽ ഈ നാസ്തികർ തന്നെ ആരിഫിൻ്റെ കൃസംഗീവാദം കണ്ട്, അതായത് തങ്ങളെ വെച്ച് പേയ്മെൻറ്റ് നടത്തി സുഖമായി ജീവിക്കുവാണെന്നൊക്കെ മനസ്സിലാക്കി മറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നത്രേ. ആ വോയിസ് ക്ലിപ്പൂടെ വെച്ചാണ് ഷെഫീന വീഡിയോ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ പണ്ടാരാണ്ടോ പറയുന്നത് പോലെ ഈ കളിച്ച് അവസാനം കളിയിൽ കൊതിവിടുന്നത് പോലെ ഇപ്പോൾ കൊതിവിട്ട അവസ്ഥയിലാണ്. പലതരത്തിലുള്ള ബന്ധവും അടുപ്പവും തിരിച്ചറിവുമൊക്കെ ഉണ്ടായിട്ടും ആരിഫ് ഏതോ ഒരു വീഡിയോയിൽ ചോദിക്കുന്നത് കേട്ടു, ആരാണ് ഈ ഷെഫീന എന്ന്. 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന പഠിച്ച് മനസ്സിലാക്കിയ ആരിഫിന് ഷെഫീനെ അറിയില്ല. അറിയുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി ചിലപ്പോൾ അവർ പറഞ്ഞെന്നിരിക്കും. ഏതായാലും ഇതിലെ ഓഡിയോ ക്ലിപ്പ് വളരെ കൃത്യമായി ഷെഫീന കാര്യങ്ങൾ ഈ പറയുന്നവരെ കൊണ്ട് തന്നെ പറയിക്കുന്നുണ്ട്. അത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ കണ്ടൻറ്റൊന്നും ഞാൻ ഓൺ ചെയ്യുന്നില്ല. അത് ഓൺ ചെയ്യേണ്ട കാര്യവുമില്ല. അവരങ്ങനെ ആരും ഓൺ ചെയ്യാൻ ആവശ്യപ്പെടുന്നുമില്ല. അവർ സ്വന്തം നിലയിൽ ആ റിസ്ക് എടുത്ത് പറയാൻ പ്രാപ്തയാണ് അവരെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് തന്നെ അത് കമൻറ്റ് ബോക്സിലിടുന്നു. കാണേണ്ടതാണ്, കേൾക്കേണ്ടതുമാണ്.